എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്ക് അതിശയമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് അതിശയമായിട്ട് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എൻ്റെ കേസിൽ അല്ലെങ്കിൽ ഞാൻ ഈ ഓർക്കിഡ് വളർത്തുന്നതിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതൊരു ഫ്ലവർ സ്പൈക്കാണ്. അപ്പോൾ ആ ഫ്ലവറൊക്കെ പൊഴിഞ്ഞതിന് ശേഷം അപ്പോൾ അതിനകത്ത് വന്ന ഒരു തൈയാണ്. അപ്പോൾ ഇതുപോലെ ഓർക്കിഡ്സിന്, അതായത് ഫലനോപ്സിസ് ഓർക്കിഡ്സിന് തൈകളൊക്കെ, അതായത് ഫ്ലവർ സ്പൈക്ക് പോയതിന് ശേഷം അതിൽ നിന്നും തൈകളൊക്കെ വരാറുണ്ട്. ഇത് വളരെ പെട്ടെന്ന് ഗ്രോ ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യാൻ സമയമായിട്ടുള്ളതാണ്. അപ്പം ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഇടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു റിപ്പോർട്ടിംഗ് വീഡിയോ ആയിട്ട് തന്നെ ഈ ഒരു പ്ലാന്റ് എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് നേരത്തെ ഇതിനകത്തുനിന്ന് ഒരു സ്പൈക്ക് കിട്ടിയിട്ടുണ്ട്. സ്പൈക്കല്ല, ആ സ്പൈക്കിൽ നിന്നും ഇതേപോലെയുള്ള ഒരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം. അപ്പോൾ അത് ഇപ്പോൾ ഒന്ന് ഗ്രോ ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പകുതി സൈസ് ഇതിൻ്റെ ഇരട്ടിയേ ഉള്ളൂ. അതിപ്പോൾ ഒരു വർഷം ആയെങ്കിലും ഇതിൻ്റെ ഇരട്ടിയേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 2-3 മാസം ആയതേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് 2 തൈകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പ്ലാന്റ്. അതിനകത്തുനിന്ന് ഇതെന്ന് പറയുന്നത് ഒരു തൈയാണ്. ഇത് കുറച്ച് നാൾ മുമ്പ് വന്നതാണ്. ഞാൻ ബഡ് ആയിരിക്കുമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അത് തൈയായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫലനോപ്സിസ്, ഇതൊരു മിനിയേച്ചർ ഫലനോപ്സിസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫലനോപ്സിസിൽ തൈകൾ വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണാം. അപ്പോൾ നമുക്ക് ഞാനിതൊന്ന് അടുത്ത് നിങ്ങളെ കാണിക്കാം. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടെ ഒരേ സമയം കാണിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനിത് മാറ്റിയിട്ട് വീഡിയോ അടുത്ത് കൊണ്ടുവന്നിട്ട് ഫ്ലവർ സ്പൈക്ക് വരുന്നത്, ഫ്ലവർ സ്പൈക്കല്ല, പുതിയ തൈകൾ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എനിക്ക് വന്ന ഒരു തൈയാണ്. ഇതിനകത്ത് ഫലനോപ്സിസിനകത്തുണ്ടായ ഒരു തൈയാണ്. അപ്പോൾ ഇതൊരു ഫ്ലവർ സ്പൈക്ക് പോലെയാണിത് ശരിക്കും വന്നിട്ടുള്ളത്. ആ വന്നതിന് ശേഷമാണ് അതിനകത്ത് ചെറിയതായിട്ട് ലീഫ് വന്നത്. അപ്പോൾ ആ ഫ്ലവർ സ്പൈക്ക് പോലെ വന്നേക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത ഒരു ബഡ്, പുതിയൊരു കീക്ക് വരുന്നത് കാണിക്കാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ പിടികിട്ടും. അപ്പോൾ അതാണ്ടല്ലേ, ഇതാണ് ശരിക്കും പുതിയൊരു ബഡായിരിക്കും. ഇത് ഇവിടം വരെ വന്നപ്പോൾ ഞാനിതൊരു പുതിയ ബഡായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിനുശേഷം ലീഫ് വന്ന് തുടങ്ങി. അപ്പോൾ ഇത് ഒരു പുതിയൊരു തൈയാണ്. അപ്പോൾ ഈ തൈ എന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു 1.5 ഇഞ്ചോളം ഹൈറ്റ് ഉണ്ട്. പക്ഷേ റൂട്ട് വരുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നായിരിക്കും റൂട്ട് വരുന്നത്. അപ്പോൾ ഇതെനിക്ക് വളരെ അത്ഭുതകരമായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ പുതിയ അപ്ഡേറ്റുകളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ല അടിപൊളി ബുഷായിട്ട് വളരുന്ന ഒരു ഫ്ലവർ ചെയ്യുന്നൊരു ഫലനോപ്സിസാണിത്.